ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് വീട്ടിൽ നല്ല സ്വാദിഷ്ടമായ അഫ്ഗാനി ചിക്കന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, 2 ചെറിയ സവാള, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ പച്ചമുളകും ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ: മഞ്ഞൾപ്പൊടി, കുരുമുളക് പൗഡർ, ചെറിയ ജീരകം, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്തണം. പിന്നെ ഇതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂണ് നല്ല പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തൈരും വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ പുരട്ടി വെക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കന് ഏകദേശം 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇതേപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നെയ്യിലാണ് കേട്ടോ. നെയ്യിൽ ഫ്രൈ ചെയ്താലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നെയ്യൊക്കെ ഇവിടെ ചൂടായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ പീസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരണം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിശ്രിതത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ കായം പുരട്ടി വെച്ചില്ലേ, അതിലേക്കാണ് കേട്ടോ ഈ അണ്ടിപ്പരിപ്പും ചെറുനാരങ്ങ നീരും ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കറി പൊറോട്ടേൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. അധികം എരിവൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ കറി നല്ല ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് നെയ്യ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ കറി ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ചെയ്തെടുക്കണം. അതിന് വേണ്ടി 1 ടീസ്പൂണ് കസൂരി മേത്തി,
അര ടീസ്പൂണ് ഗരം മസാല, 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ ഒരു സവാള ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ അഫ്ഗാനി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.